ഈ വീഡിയോ ആർക്കാണോ ലഭിക്കുന്നത് അവരുടെ ഭാഗ്യം മാറാൻ പോവുകയാണ്. കാരണം ഇത് പ്രപഞ്ചത്തിന്റെ രഹസ്യമായ സന്ദേശമാണ്. ഏതൊരു പ്രിയപ്പെട്ട ആത്മാവിനാണോ ഈ വീഡിയോ ലഭിച്ചിരിക്കുന്നത് അവർ മനസ്സിലാക്കുക, ഇത് വെറുമൊരു യാദൃശ്ചികതയല്ല, മറിച്ച് ഒരു വിളിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയമായ മാറ്റത്തിന്റെ തുടക്കമാണിത്. പ്രപഞ്ചം ഇപ്പോൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് നാളായി അനുഭവിക്കുന്ന നിശബ്ദതയും നിങ്ങളുടെ പൂർത്തിയാകാത്ത പ്രാർത്ഥനകളുടെ ആവർത്തനങ്ങളും പ്രപഞ്ചം കേട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശ നൽകാൻ സമയമായി. ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവസാനം വരെ കേൾക്കുക, കാരണം ഓരോ വാക്കുകളും നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്നവയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ട് കിടന്നതും അപൂർണമായി നിന്നതുമെല്ലാം ഇനി മാറാൻ പോവുകയാണ്. അടുത്തിടെയായി നിങ്ങൾക്ക് അസ്വസ്ഥതയോ അനാവശ്യ ഭയമോ രാത്രിയിൽ പെട്ടെന്ന് ഉണരുന്ന അനുഭവമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നിങ്ങളെ ഒരു പുതിയ യാത്രയിലേക്ക് അയക്കുന്നതിന്റെ സൂചനയാണ്. നിങ്ങൾക്കായി ആരോ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയോ അതല്ലെങ്കിൽ ഭൂമിയിലില്ലാത്ത നിങ്ങളുടെ പൂർവികരോ ആയേക്കാം. ആ പ്രാർത്ഥനകളുടെ ഫലമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നിങ്ങളെ തകർത്തുപോയ ആളുകൾ നിങ്ങളുടെ അധ്യാപകരായിരുന്നു. നിങ്ങളുടെ ഭാഗ്യം ബന്ധപ്പെട്ടിരിക്കുന്ന പുതിയ മനുഷ്യരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പഴയ ബന്ധങ്ങളെ പ്രപഞ്ചം അകറ്റിയത്. നിങ്ങൾ അനുഭവിച്ച നഷ്ടങ്ങളെക്കാൾ 1000 മടങ്ങ് മികച്ചത് നിങ്ങളെ തേടി വരാനിരിക്കുകയാണ്. പ്രപഞ്ചം ചില സമയങ്ങളിൽ സംഖ്യകളുടെ രൂപത്തിലോ പാട്ടുകളുടെ രൂപത്തിലോ അല്ലെങ്കിൽ പെട്ടെന്ന് കണ്ടുമുട്ടുന്ന മനുഷ്യരിലൂടെയോ നിങ്ങൾക്ക് സൂചനകൾ തരാറുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയുടെ രൂപത്തിലും എത്തിയിരിക്കുന്നത് അതേ സൂചനയാണ്. ഇനി മുതൽ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നാമതായി, ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഞാൻ തയ്യാറാണ് എന്ന് പറയുക. രണ്ടാമതായി, ദിവസവും ഏതെങ്കിലും ഒരു കാര്യത്തിന് മനസ്സാ നന്ദി പറയുക. മൂന്നാമതായി, നിങ്ങളെക്കുറിച്ച് തന്നെ നിഷേധാത്മകമായി സംസാരിക്കില്ലെന്ന് സ്വയം ഉറപ്പു നൽകുക. നിങ്ങൾക്കുള്ളിൽ അസാധ്യമായതിനെ സാധ്യമാക്കാനുള്ള കാന്തികശക്തിയുണ്ട്. പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ 3 വാതിലുകൾ തുറക്കുകയാണ്. സാമ്പത്തിക സമൃദ്ധി, സത്യസന്ധമായ സ്നേഹം, മനസമാധാനം എന്നിവയാണവ. നിങ്ങളുടെ കണ്ണീരും സങ്കടങ്ങളും ഇനി അവസാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ഇനി ഉത്തരങ്ങൾ ലഭിച്ചു തുടങ്ങും. പ്രപഞ്ചം പറയുന്നത് നിങ്ങൾ പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ് ഇത്രയും തകർച്ചകളിലൂടെ കടന്നുപോകേണ്ടി വന്നത് എന്നാണ്. നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കാനായിരുന്നു അത്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളും സൂചനകളായിരുന്നു. ഒരു വലിയ മാറ്റം കൊണ്ടുവരുന്നതിനു മുൻപ് പ്രപഞ്ചം നിങ്ങളെ അസ്വസ്ഥമാക്കുകയും പഴയ അവസ്ഥയിൽ നിന്ന് പുറത്തുകടക്കാനുള്ള കരുത്ത് നൽകാനായി വേദനകൾ തരുകയും ചെയ്യും. ഈ വീഡിയോ കാണാനുള്ള നിങ്ങളുടെ തീരുമാനം യാദൃശ്ചികമല്ല, മറിച്ച് ഉണർന്നു പ്രവർത്തിക്കാനുള്ള വിളിയാണ്. ദൈവം എപ്പോഴും ശബ്ദമുണ്ടാക്കിയല്ല സംസാരിക്കുന്നത്, അത് ഒരു അനുഭൂതിയാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തോട്ടക്കാരൻ ഒരു പൂന്തോട്ടത്തിൽ പലതരം പൂക്കൾ നടുന്നതുപോലെ ഓരോ മനുഷ്യനും അവരുടേതായ പ്രത്യേകതകളുണ്ട്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കാതെ അവരെ ഉള്ളതുപോലെ സ്വീകരിക്കാൻ പഠിക്കുക. മനസ്സിന്റെ അസ്വസ്ഥതകൾക്ക് കാരണം അഹങ്കാരമാണ്. ഞാൻ പറയുന്നതുപോലെയെല്ലാം നടക്കണം എന്ന ചിന്തയും മാപ്പ് നൽകാനും താഴ്ന്നുകൊടുക്കാനും കഴിയാത്തതും അഹങ്കാരം കൊണ്ടാണ്. തുറക്കാത്ത കൈകളിലൊന്നും സ്വീകരിക്കാൻ കഴിയില്ല എന്നതുപോലെ അഹങ്കാരം നിറഞ്ഞ മനസ്സിൽ ദൈവകൃപ നിറയില്ല. അതിനാൽ അഹങ്കാരം ഉപേക്ഷിച്ച് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ തുറന്നുകൊടുക്കുക. നിങ്ങളുടെ ഭാവിയിൽ നിന്ന് നേരിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഒന്നാണ് ഈ സന്ദേശം. ഈ നിമിഷത്തിൽ നിങ്ങളിത് കേൾക്കുന്നത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ ആത്മാവ് ഇത് തിരിച്ചറിയുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ പ്രതീക്ഷയും ആകാംക്ഷയും ഉണരുന്നത്. ഇത് വെറുമൊരു വാക്കുകളല്ല, മറിച്ച് ഉയർന്ന ഒരു ശക്തിയിൽ നിന്നുള്ള വിളിയാണ്. നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടിനെ വെളിച്ചമാക്കാൻ പോകുന്ന വലിയൊരു മാറ്റത്തിന്റെ ആദ്യ വാതിലാണ് ഇത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം മറന്ന് വരാനിരിക്കുന്ന പുതിയ ഭാവിയിലേക്ക് തയ്യാറെടുക്കുക. ഈ പാതയിലൂടെ മുന്നോട്ടു പോകുക എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ദൈവീക ക്രമമാണ്. നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയതെല്ലാം ഭാവിയിൽ വിലമതിക്കാനാവാത്ത നിധികളായി നിങ്ങൾക്ക് മുന്നിൽ തിരികെയെത്തും. നിങ്ങളുടെ ഉള്ളിൽ അണഞ്ഞുപോയ വെളിച്ചം വീണ്ടും തെളിയുകയും അത് നിങ്ങൾക്ക് പുതിയ അവസരങ്ങളും വഴികളും തുറന്നു നൽകുകയും ചെയ്യും. നിങ്ങൾ ശരിയായ പാതയിലാണ് സഞ്ചരിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഈ സന്ദേശം നിങ്ങളുടെ മുന്നിലെത്തിയത്. ജീവിതത്തിൽ പലതരം പൂക്കൾ വിരിയുന്നതുപോലെ ഓരോ വ്യക്തിക്കും അവരുടേതായ ശൈലിയും സമയവുമുണ്ട്. മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കാതെ അവരെ ഉള്ളതുപോലെ അംഗീകരിക്കുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ശാന്തിയുണ്ടാകുന്നത്. മാപ്പ് നൽകാനും നന്മ കാണാനും തടസ്സമായി നിൽക്കുന്ന അഹങ്കാരത്തെ ഉപേക്ഷിക്കുക. കൈകൾ തുറന്നുവെച്ചാൽ മാത്രമേ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ കഴിയൂ എന്നതുപോലെ
മനസ്സ് തുറന്നുവെക്കുമ്പോൾ മാത്രമാണ് ദൈവികമായ കൃപയും പ്രകാശവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറയുന്നത്. ശരീരത്തിനും മനസ്സിനും അനുഭവപ്പെടുന്ന ഈ ഉണർവ് നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനുള്ള അടയാളമാണ്. നിങ്ങൾ കടന്നുപോയ ഓരോ കഠിനപാതകളും വെറുതെയല്ല, അവയൊക്കെയും നിങ്ങളെ കൂടുതൽ കരുത്തനും പക്വതയുള്ളവനുമാക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. നിങ്ങളുടെ ഉള്ളിലെ കഴിവിനെയും ദൈവിക പ്രകാശത്തെയും തിരിച്ചറിയുന്ന നിമിഷത്തിൽ നിങ്ങൾ നേരിട്ട സങ്കടങ്ങളും കണ്ണീരും നിങ്ങളെ അനുഗ്രഹങ്ങളായി പിന്തുടരാൻ തുടങ്ങും. നിങ്ങളുടെ വാക്കുകളേക്കാൾ നിങ്ങളുടെ ആത്മാവിന്റെ തിളക്കമാണ് ഇനി ചുറ്റുമുള്ളവരെ സ്വാധീനിക്കാൻ പോകുന്നത്. ഈ പ്രപഞ്ചം നിങ്ങളെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയില്ല. നിങ്ങൾ പതറുമ്പോൾ താങ്ങാനും വഴിമുട്ടുമ്പോൾ പുതിയ വഴികൾ കാട്ടിത്തരാനും അദൃശ്യമായൊരു ശക്തി എപ്പോഴും കൂടെയുണ്ടാകും. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അവിശ്വസനീയമായ പോസിറ്റീവ് മാറ്റങ്ങളും പുതിയ അവസരങ്ങളും പ്രകടമായി തുടങ്ങും. ശാന്തമായ മനസ്സോടെ, പൂർണ്ണവിശ്വാസത്തോടെ പ്രപഞ്ചത്തിന്റെ ഈ നന്മകളെ സ്വീകരിക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ പാകപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാശപൂർണമായ ആ പുതിയ അധ്യായം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലൊന്നും അനാവശ്യമായി സംഭവിക്കുന്നില്ല. നിങ്ങൾ കടന്നുപോയ ഓരോ നിരാശയും നിങ്ങളെ തനിച്ചാക്കിയ ഓരോ മനുഷ്യരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യക്തമായ പാഠമായിരുന്നു. അവർ പോയത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട, നിങ്ങളുടെ ആത്മാവിനോട് ചേർന്നു നിൽക്കുന്ന പുതിയ വ്യക്തികൾക്ക് കടന്നുവരാൻ വഴിയൊരുക്കാനാണ്. പ്രപഞ്ചം നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ 1000 മടങ്ങ് മനോഹരമായ മറ്റൊന്ന് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശാന്തത അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ ഭയങ്ങളും വ്യാകുലതകളും പതുക്കെ ഇല്ലാതാകും. നിങ്ങൾക്കർഹതപ്പെട്ട സാമ്പത്തിക അഭിവൃദ്ധിയും പരിശുദ്ധമായ സ്നേഹവും ആന്തരിക സമാധാനവും നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സ്വയം വിശ്വസിക്കുക, നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുക, പ്രപഞ്ചത്തിന്റെ ഈ ദിവ്യമായ പ്രകാശത്തിലേക്ക് പൂർണ്ണ മനസ്സോടെ നടന്നെടുക്കുക. നിങ്ങളുടെ നന്മയുടെയും സമൃദ്ധിയുടെയും പുതിയ കാലം ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ സന്ദേശം നിങ്ങളുടെ ആത്മാവിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നിരിക്കുന്നു. കഴിഞ്ഞ കാലത്തിന്റെ ഭാരങ്ങളെല്ലാം ഇറക്കിവെച്ച് തികഞ്ഞ പ്രത്യാശയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു നോക്കുക. പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കിവച്ചിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും സജ്ജമായിക്കഴിഞ്ഞു. നിങ്ങളുടെ ഉള്ളിലെ പ്രകാശം ലോകത്തിനു മുന്നിൽ തെളിയുന്ന ഭാഗ്യവും സമൃദ്ധിയും നിറഞ്ഞ ആ പുതിയ ജീവിതയാത്രയിലേക്ക് നിങ്ങൾക്കെല്ലാവിധ ആശംസകളും.